ഹരിയെ ഫോൺ ചെയ്ത് നാളെ രാവിലെ തന്നെ ഇങ്ങോട്ട് വരാൻ പറയണം. ഈ പണം അവനെ ഏൽപ്പിക്കണം. ശരി അച്ഛാ. എനിക്കൊന്ന് കാണണം അവനെ. ശിവേട്ടൻ കാശ് കട്ടെടുത്തു എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് ബഹളം വെച്ച അവനോട് എനിക്കും ചിലത് പറയാനുണ്ട്. ഓ, എന്നിട്ട് വേണം പുതിയ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കാൻ. എങ്ങനെയെങ്കിലും ഈ കല്യാണം മുടക്കണമല്ലോ നിനക്ക്. എന്താ ശിവേട്ട ഇത്? ഞാൻ മിണ്ടാതെ അവിടെ എങ്ങാനും പോയിരുന്നോണം, മനസ്സിലായോ? എന്ത് നോക്കി നിക്കോടി? നടക്കടി അങ്ങോട്ട്. നടക്കടി. മോളെ ഇതകത്തുകൊണ്ട് വയ്ക്കും. രക്ഷപ്പെട്ടു. തക്ക സമയത്ത് അത് എന്നോട് പറയാൻ സരോജത്തിന് തോന്നിയത് എത്ര നന്നായി. അല്ലെങ്കിൽ ഇതിനിടെ ആതിര അവളെ ചോദ്യം ചെയ്ത് ഒക്കെ മണിമണിയെ പുറത്തു കൊണ്ടുവന്നേനെ. ആ പമ്പരവിട്ടി സരോജത്തിനാണെങ്കിൽ കക്കാനും അറിഞ്ഞൂടാ, നിക്കാനും അറിഞ്ഞൂടാ. എന്താ? ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇങ്ങോട്ട് വാ. എന്താ? ആകെ കുഴപ്പമായി ചേച്ചി. എന്തു കുഴപ്പം? ആ പൈസയുടെ കാര്യത്തില് ആതിരയ്ക്ക് എന്തോ സംശയമുണ്ട്. അതെങ്ങനെ നിനക്കറിയാം? ആതിര ഷീബയെ ചോദ്യം ചെയ്യുന്നത് ഞാൻ കണ്ടതാ. ഷീബ കുഞ്ഞല്ലേ, സഞ്ജിയും കൊണ്ട് ഞാൻ തുണിക്കടയിൽ നിന്ന് ഇറങ്ങിയ കാര്യം അവളങ്ങ് പറയുകയും ചെയ്തു. ആതിര എന്നെ ചോദ്യം ചെയ്യാൻ വരുമെന്ന് ഇപ്പൊ എന്റെ പേടി. എന്താ ചേച്ചി ആലോചിക്കുന്നത്? നിന്നെ എങ്ങനെ രക്ഷപ്പെടുത്താന്നാ ആലോചിച്ചത്. ചേച്ചി പറഞ്ഞിട്ടല്ലേ ഞാൻ ആ കാശ് എടുത്തത്. ഞാൻ പറഞ്ഞിട്ടാണോ നീ ആ സഞ്ചി എടുത്ത് ഈ മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞത്? അത് പിന്നെ ഞാൻ പേടിച്ചിട്ട്. കുറ്റം ചെയ്തവരുടെ സ്ഥിര സ്വഭാവം ഇത്.